നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPM-ന്റെ പ്രതിഷേധം. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട് ഏകസ്വരത്തിൽ ഇപ്പോൾ ചോദിക്കുന്നത് ഈ കേരളം എന്ന സംസ്ഥാനം ഇന്ത്യയിലല്ലേ എന്ന ചോദ്യമാണ്. സത്യത്തിൽ വിഘടനവാദ മുദ്രാവാക്യങ്ങൾക്ക് വളരാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഈ കേരളത്തിൽ കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുകയാണ്. കേരളത്തിൽ എന്തുകൊണ്ട് ഒരു വേറിട്ട് പോകൽ വാദം ഉയരുന്നില്ല എന്ന് സംശയിക്കുന്നവരുണ്ട്. കേരളം ഒരു സ്വതന്ത്ര രാഷ്ട്രമാകണം എന്ന മുദ്രാവാക്യം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഉയരാത്തത് എന്ന് സംശയിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഒറ്റ കാരണമേയുള്ളൂ, അത്തരം വേറിട്ട് പോകൽ മുദ്രാവാക്യങ്ങൾക്ക് വിഘടനവാദപരമായ ചിന്താഗതികൾക്ക് ഒട്ടും പിന്തുണ നൽകാത്ത എല്ലാ വേറിട്ട് പോകൽ വാദത്തെയും എതിർക്കുകയും രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന CPIM-ന്റെ സ്വാധീനം കാരണമാണ് കേരളത്തിൽ അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരാത്തത് എന്നതാണ് വസ്തുത. പ്രധാനമന്ത്രി മനുഷ്യനല്ല, മനുഷ്യന്റെ രൂപം മാത്രമുള്ള RSS-കാരനാണെന്ന് M. സ്വരാജ് കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ മറ്റിടങ്ങളിൽ ദുരന്തമുണ്ടായപ്പോൾ വാരിക്കോരി കൊടുത്ത സർക്കാർ കേരളത്തോട് ശത്രുതാപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. കേരളത്തോടുള്ള പകയുടെ കാരണം രാഷ്ട്രീയമാണ്. കേരള നിയമസഭയിൽ പ്രധാനമന്ത്രിയുടെ പാർട്ടിക്ക് ഒരൊറ്റ MLA പോലുമില്ല എന്നതാണ് ഈ പകയുടെ കാരണം. കേരളത്തെ തകർക്കാനുള്ള നീക്കം രാഷ്ട്രീയത്തിന് അതീതമായി പ്രതിരോധിക്കണം. 72,000 കോടി രൂപയുടെ ബഡ്ജറ്റ് വിഹിതത്തിന് അർഹതയുള്ള കേരളത്തിന് ഇവിടെ നിന്നും പിരിച്ചുകൊണ്ടുപോകുന്ന നികുതിയുടെ പകുതി പോലും നൽകുന്നില്ലെന്നും M. സ്വരാജ് കൂട്ടിച്ചേർത്തു. വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്ന് 100 കണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധ മാർച്ചിലും പാസ്പോർട്ട് ഓഫീസ് ഉപരോധത്തിലും പങ്കെടുത്തത്. 3 നിന്നാണ് മാർച്ച് തുടങ്ങിയത്. സമ്മേളനത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി R. നാസർ, SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ്, MLA-മാരായ PP ചിത്തരഞ്ജൻ, H. സലാം, MS. അരുൺകുമാർ, മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് തുടങ്ങിയവർ പങ്കെടുത്തു. വിൻ മീഡിയ, ആലപ്പുഴ.